പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. Join the legacy of excellence at Little Flower Engineering Institute, Kalamassery. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഇപ്പോൾ അത് അടങ്ങിയ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭീകരരുടെ മൊബൈൽ ഫോണുകൾ പാകിസ്ഥാൻ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് ഇപ്പോൾ ഏറെ ഞെട്ടിക്കുന്ന വസ്തുത. അന്വേഷണ സംഘത്തിന് ഭീകരരിൽ നിന്ന് ലഭിച്ച 2 മൊബൈൽ ഫോണുകളിൽ ഒന്നാകട്ടെ 2021 പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ ബാങ്കിൽ സാമ്പത്തിക സഹായത്തോടെ തന്നെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തതാണ് എന്നതാണ് NIA കണ്ടെത്തലായി തന്നെ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ പ്രകാരം ഈ ബാങ്ക് മൂലം ഭീകര ധനസഹായവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയ്ക്കും അൽ-ഖ്വയ്ദയുമായി ബന്ധമുണ്ട് എന്നും ആരോപിക്കപ്പെടുന്ന ചില സംഘടനകൾക്കും സാമ്പത്തിക സഹായം ലഭിക്കുന്നു അല്ലെങ്കിൽ ലഭ്യമാക്കി എന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ മറ്റൊന്നാണ്. ഭീകരർ ഉപയോഗിച്ച 2 മൊബൈൽ ഫോണുകളും 2021 2023 ഇറക്കുമതി ചെയ്തവയാണെങ്കിൽ പോലും ആക്രമണത്തിന് തൊട്ടു മുൻപ് വരെ അവ ഒരിക്കൽ പോലും സജീവമാക്കിയിരുന്നില്ല എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ആക്രമണത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയ പ്രത്യേക ആശയവിനിമയ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു എന്ന സംശയമാണിപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരുന്നത്. ആക്രമണത്തിന് മുൻപ് മാത്രം ഫോണുകൾ പ്രവർത്തന സജ്ജമായതിലൂടെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം ഉണ്ടായിരിക്കാം എന്നതാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. പഹൽഗാം ആക്രമണത്തിന്റെ ആസൂത്രണം, സാമ്പത്തിക സഹായം, വിദേശ ബന്ധങ്ങൾ, ആശയവിനിമയ ശൃംഖല എന്നിവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ ആക്രമണത്തിന് പിന്നാലെ തന്നെ മുഴുവൻ ശൃംഖലയെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ NIA ജമ്മു കാശ്മീർ പോലീസും നേടിയ സംയുക്ത അന്വേഷണത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ കണ്ടെത്തത്. അതേപോലെ തന്നെ ഭീകരരിൽ നിന്ന് വലിയ രീതിയിൽ ഇവർ ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ള സീരീസുകളുടെ 2 ഫോണുകൾ കണ്ടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 28 ബച്ചിഗാം വനമേഖലയിലെ മുൽമാർ എന്ന മഹാദേവയിൽ നിന്ന് ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട 2 ഭീകരർ അവരുടെ പക്കൽ നിന്നാണ് ഈ ഫോണുകൾ കണ്ടെടുത്തിരിക്കുന്നത്. ഫോൺ കറാച്ചിയിലെ ഓഫീസുകളിലടക്കം വലിയ രീതിയിൽ അവിടെ ഇറക്കുമതി, അതായത് അവിടെ നിന്നും പാകിസ്ഥാൻ വഴി ഇറക്കുമതി ചെയ്തതാണ് എന്നതാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ബാങ്കുകൾ ലൈറ്റർ ഓഫ് ക്രെഡിറ്റ് അനുവദിക്കുന്ന സാധാരണ ബിസിനസ് രീതിയുടെ ഭാഗമായിട്ടാണ് ബാങ്ക് ഇതിന് ധനസഹായം നൽകിയതെന്നതാണ് വിവരം. അതേപോലെ തന്നെ ചരക്ക് ടെക് സീറത്ത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ബാങ്ക് ധനസഹായം നൽകിയില്ല എങ്കിൽ ഡെലിവറി വിലാസം ബാങ്കിൻ്റെതായി മാറും എന്നതാണ് മറ്റൊരു വസ്തുത. ഈ ചരക്കിൽ നിന്നാണ് ഫോൺ ലഷ്കർ ഭീകരർ കൈമാറിയതെന്നും അതേപോലെ തന്നെ കൃത്യമായി ഭീകരർക്ക് അവരുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് മാറ്റിവെച്ചതെന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഫോണുകളിൽ നിന്ന് പഹൽഗാമിലെ ബൈസൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഏതാനും ചിത്രങ്ങളും മാപ്പുകളും അന്വേഷണ സംഘം ഇവിടെ വീണ്ടെടുത്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഭീകരർ സ്ഥാപിച്ച ഒരു കൂടാരത്തിന്റെ ചിത്രം പോലും ഈ ഫോണിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിച്ചു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും കണ്ടെത്തലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.